ഇനി നമ്മളൊരു അനിമേഷൻ ഷോയിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ കുറെ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഉള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇന്ററാക്ഷൻ ആണ്. അതായത് നമ്മൾ എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ച് അനിമേഷനിലുള്ള ജീവികൾ ഇങ്ങോട്ടും പറയും. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഡിസ്റ്റർബൻസ്, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അവരപ്പോൾ അത് ഇമെയിൽ അയച്ചു തരുന്നു നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഇമെയിൽ കിട്ടിയില്ല. ഇനിയിപ്പോൾ സൈസ് ഉള്ള അതിന്റെ പ്രശ്നമാണോ ഇതാണോ, നമ്മൾ ഇമെയിൽ ഒക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ ഈ ഒരു സൂവിൽ. അപ്പൊ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതനുസരിച്ചാണ് അവരും ചെയ്യുന്നത്. അപ്പൊ അവിടെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെയും മുന്നിലേക്ക് നടക്കുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ എന്ത് ബിൽഡിംഗാ? ഒറിജിനൽ ബിൽഡിംഗ് അല്ല, എല്ലാം സെറ്റാണ്. എല്ലാം സെറ്റാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കഫറ്റീരിയ ഒക്കെ ഉണ്ട്, നമുക്ക് കഴിക്കാനൊക്കെ ഇടക്കിടക്ക് ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം കിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. കുറച്ചധികം പ്രൈസ്ഡ് ആണ്. അതിന്റെ അകത്തുനിന്ന് കിട്ടുന്നതാണല്ലോ, അപ്പൊ അങ്ങനെ ആവുമല്ലോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പ്രൈസ്ഡ് ആണ്, കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം വേണ്ട ഫാസ്റ്റ് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നേരെ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കണ്ടോ, നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഒറിജിനൽ ആണ് എന്നേ തോന്നുള്ളൂ, അല്ലെ? സെറ്റ് ഇട്ടതാണെന്നൊന്നും തോന്നില്ല. നമുക്ക് ഉള്ളിലേക്ക് പലതിന്റെ എൻട്രൻസ് ഇല്ല, കാരണം സെറ്റ് ഇട്ടത് എല്ലാവരും ഇടിച്ചു പൊളിച്ച് കളഞ്ഞാലും. അതെ, നമുക്ക് പെട്ടെന്ന് സെറ്റാന്ന് മനസ്സിലാവില്ല. ഒറിജിനൽ ഇതൊക്കെ പഴയ സിനിമകളിലൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന ഡയറക്ഷൻ ഒക്കെ കാണിച്ചേക്കണേ, അല്ലെ? അതെ അതെ. ഈ ബിൽഡിങ്ങുകളൊക്കെ ഇതില് ഒരെണ്ണത്തിലേക്ക് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാൻ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നും നമ്മൾ മിസ് ചെയ്തില്ല. പരമാവധി എല്ലാം തന്നെ നമ്മൾ കാണാനും നമ്മൾ വീഡിയോയിൽ പകർത്താനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടോടാ. യെസ്. പിന്നെ പഴയ സിനിമകളിലുള്ള സെറ്റുകളും അതും ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. എല്ലാം ഒരുമിച്ചാണ്. പക്ഷെ എങ്ങനെ സിനിമയുടെ സംവിധായകൻ ആ ആംഗിൾ വെച്ച് ഷൂട്ട് ചെയ്യുന്നോ അതിനനുസരിച്ചാണ്, അങ്ങനെയാണ് അത് മാത്രമല്ല അവിടെ സെറ്റ് ഇട്ടേക്കണ ആ സിനിമ കാര്യങ്ങളെല്ലാം അവർ കറക്റ്റ് ആയിട്ട് അതിൽ പൊളിച്ചൊന്നും കളയാതെ മെയിൻറ്റെയിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അതെ അതെ. ഈ സെറ്റ് ഒക്കെ കാണുമ്പോൾ അറിയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞാലേ, അപാരമായ വൃത്തിയാണ്. എല്ലാം ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. മെയിൻ്റെനൻസ് ഏറ്റവും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കണല്ല, നിൽക്കില്ലല്ലോ. ഇവിടെ നമ്മളൊരു ചെറിയ ഷോ കാണാൻ വേണ്ടി കയറിയിരുന്നു, അല്ലേ? നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം, അല്ലേ? ചെറിയ ഷോ. ആ ഷോ കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ടൗൺ ആണെന്നല്ലേ തോന്നുന്നു. ഉറപ്പായിട്ട് സെറ്റാന്ന് ഒരിക്കലും പറയത്തില്ല. അതെ. ഇതിന് ശേഷം നമ്മളൊരു മൂവി മേക്കിംഗ് ആർട്ട് ഇതിലേക്കാണ് പോകുന്നത്. നീ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നു, ഇതല്ലേ? ഇത് തന്നെ. ഇവിടെ എങ്ങനെയാണ് മൂവി പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. അവരുടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയുണ്ട് അവർ തന്നെ. മൂവി മേക്കിങ്ങിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് ആ പയ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു, അല്ലേ? നമുക്ക് ആ ഷോയിലേക്ക് പോകാം. 250 people sitting and I said this can't be the voice of 250 for sure. Can we try again please? A very good afternoon. Just to maintain this energy throughout the day if you want to see everything that this film city has to offer. So ladies and gentlemen, welcome to the Action Theatre. Action में आप सबका स्वागत है. मेरा नाम एंथनी है. मैं आपका होस्ट रहने वाला शो के लिए. So my name is Anthony. I'm your host for this particular Action Theatre show this afternoon. So I would like to tell all of you that you're sitting inside a shooting theatre.